ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ നയന ആദർശിൻ്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ നമ്മുടെ നയനയെ വിളിക്കാനായിട്ട് ആദർശ് നയനയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അങ്ങനെ നയന ഉണ്ടാക്കി കൊടുത്ത രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞിട്ടും നയനയുടെ അച്ഛൻ നിർബന്ധിച്ചത് കാരണം, അല്ലെങ്കിൽ നയനയുടെ ഒരു ഇഷ്ടമൊക്കെ കാരണം ആദർശ് പോയി കഴിക്കുകയാണ്. അങ്ങനെ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ ഈ ദോശയുടെ കൂടെ ഈ ചമ്മന്തിക്ക് എന്തോ ഒരു മുടിഞ്ഞ ടേസ്റ്റാണെന്നൊക്കെ. അങ്ങനെ ആ മുടിഞ്ഞ ടേസ്റ്റൊക്കെ വെച്ച് ആദർശം നന്നായിട്ട് ആഹാരം കഴിക്കുമ്പോഴാണ് നമ്മുടെ നന്ദുവിനോട് ചോദിക്കുന്നത്, നിനക്ക് കല്യാണാലോചനയൊന്നും വരുന്നില്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ നന്ദു ഒന്ന് ഡെസ്പാവുന്നുണ്ട്. അപ്പോൾ അന്നേരം എന്നിട്ട് പറയുകയാണ്, നിനക്കെന്തോ ഒരു വലിയ പ്രശ്നങ്ങളാണെന്നൊക്കെ ഇവിടെ നയന പറയുന്നത് കേട്ടല്ലോ, ഇപ്പോൾ എനിക്കും തോന്നുന്നു നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദു ഒരു വല്ലാത്ത ഇതിൽ നിൽപ്പുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവിടെ അനിയും പറയുന്നുണ്ട് അവൻ ഇപ്പോഴൊന്നും കല്യാണം വേണ്ടാന്ന്. പക്ഷേ എന്നോടും മുത്തശ്ശനോടും അല്ല, അവനത് ഞങ്ങളുടെ അടുത്ത് കുറച്ച് പേടിയുണ്ട്, ഇവളോടാ ഈ നയനയോടാ അവൻ വന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ നന്ദുവിനെ നോക്കുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് എനിക്ക് മതി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്കും മതിയെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇത് ആർക്കാ, ഇതെല്ലാവരും കൂടെ എഴുന്നേറ്റ് പോയാലെന്ന് കേൾക്കുമ്പോൾ അവരെല്ലാവരും പോകുമ്പോൾ നയനയോട് ആദർശ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, എനിക്ക് ഒരു ദോശ കൂടി ഇട്ടേക്ക്. അയ്യോ അതങ്ങനെ വേണ്ടാന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ ദോശ കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം, കുഴപ്പമില്ല, ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇപ്പോൾ എന്തായാലും എൻ്റെ കൂടെ അങ്ങോട്ട് അനന്തപുരിയിലേക്ക് വരെയല്ലേ, പിന്നെ ഇത്രയും വെറുതെ മിസ്സാകത്തില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നയന ഒരു ദോശയും കൂടി കൊടുത്ത് വളരെ സന്തോഷത്തോടെ ഡൈനിങ്ങിൽ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് നയന ആദർശ് കഴിക്കുന്നതൊക്കെ നോക്കിയിരുന്ന് രണ്ടുപേരും കൂടി ആഹാരം കഴിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ കാറിലേക്ക് പോകുന്ന വഴിക്ക് ആദർശ് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അല്ല കേട്ടോ ഒന്ന് വിളിച്ചത്, മുത്തശ്ശിയും പറഞ്ഞിട്ടാ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് എപ്പോഴും പറയുന്നത്, അവർ പറഞ്ഞിട്ടാണെങ്കിൽ അവരെന്നെ അന്ന് വന്നപ്പോൾ കൊണ്ടുപോയായിരുന്നായിരുന്നല്ലോ, പിന്നെ എന്തിനാ എപ്പോഴും പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഇവിടെ ആരും ഒന്നും ചോദിച്ചില്ലല്ലോ, മര്യാദയ്ക്ക് നോക്കി ഡ്രൈവ് ചെയ്യ് എന്നൊക്കെ നമ്മുടെ നയന ആദർശനോട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയും കൂടെ നമ്മുടെ അനന്തപുരി വീട്ടിലിരിക്കുമ്പോൾ ദേവയാനി കൊണ്ടുവന്ന് ചായ കൊടുക്കുന്നുണ്ട്. അപ്പം ദേവയാനി കൊണ്ടുവന്ന് ചായ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളുടെ നിനക്കുള്ള വിഷമമൊക്കെ മാറിയല്ലോ, ജോലിയൊക്കെ ചെയ്യാനൊക്കെ ഇപ്പം നിനക്ക് വലിയ പ്രാപ്തിയായല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മുടിഞ്ഞ ജോലി തന്നെ ഈ വീട്ടിൽ എന്തോ ഒരു കഷ്ടമാണ്, ഇത്രയും ജോലി ചെയ്യണ്ടേ എന്നൊക്കെ മനസ്സ് വിചാരിച്ചിട്ട് അവൾ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആദർശ നയനയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവരെ കാണിക്കാൻ ദേവയാനിക്ക് കഴിയുന്നില്ല, പക്ഷേ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്തായാലും നയന തിരിച്ചു വന്നല്ലോ, ഇനിയിപ്പോൾ ജോലി ഭാരമൊക്കെ കുറഞ്ഞു എന്നൊക്കെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയനെ കണ്ട ഉടനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്, വാ മോളെ കയറി വാ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നയന അകത്തേക്ക് ചെന്ന് മുത്തശ്ശിയുടെ കാൽക്കിലൊക്കെ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് നയന മുത്തശ്ശിയോടും ചോദിക്കുകയാണ്, മുത്തശ്ശിയും പറഞ്ഞിട്ടാണോ ആദർശമായിട്ട് എന്നെ വിളിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, അതാരാ പറഞ്ഞത്, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരുന്നതിൻ്റെ അന്ന് മോളെ കൂട്ടുമായിരുന്നല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് മുത്തശ്ശിയും പറഞ്ഞിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അയ്യോ അങ്ങനെയൊന്നുമില്ല മോളെ, അതൊക്കെ വെറുതെയാ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിനും കാര്യം പിടികിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് കനകയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. കനക ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. കനകയ്ക്കും സന്തോഷമാവുന്നുണ്ട്, എന്തായാലും ആദർശമോൻ പോയി വിളിച്ച് എൻ്റെ മോളെത്തിയല്ലോ, മോളെ കൂട്ടാനായിട്ട് അവൻ പോയല്ലോ എന്നുള്ളതിൻ്റെ എല്ലാ ഇതും മനസ്സിലായി. അപ്പം എന്നിട്ട് പറയുകയാണ്, മോളില്ലാത്തതിൻ്റെ എല്ലാ വൈഷമ്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്, ഇനി മുതൽ നേരെ ചൊവ്വേ നന്നായിട്ട് വായിക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആദർശയോ എന്ത് പറയണമെന്നറിയില്ല, ഇവളിങ്ങനെ ചോദിക്കുമെന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആദർശം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കനക വന്ന് നയനയോട് പറയാം, വാ മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ആദർശം നേരെ അകത്ത് പോകുന്നുണ്ട്. എന്നിട്ട് നയനയോട് നമ്മുടെ കനക പറയുന്നുണ്ട്, ഇവിടെ മോളില്ലാത്തതിൻ്റെ എല്ലാ ഇതും കാണുന്നുണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഭയങ്കര വിഷമങ്ങളായിരുന്നു, മാത്രമല്ല ആഹാരത്തിൻ്റെ കാര്യമായിരുന്നു പ്രത്യേകം, ഇത് ആർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴും നയന പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മ എന്നെ ഒരു വേലക്കാരിയായിട്ടാണ് കാണുന്നത്, അതെ അത്രയും ഒരു പരിഗണന അവർ തരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, മോളെ അത് മാത്രമല്ല ആദർശം ഇവിടെ ഉറക്കമില്ലാതെ ഇന്നലെയൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടു, അവിചാരിതമായിട്ട് ഞാനൊന്ന് രാത്രി ഹോളിലേക്ക് ചെന്നപ്പോൾ ആദർശമോൻ ഉറക്കമില്ലാതെ നടക്കുന്നതാണ് കണ്ടത് എന്ന് പറയുന്നത് മോള് പോയതിന് ശേഷം മോന് ഉറക്കം പോലും നേരെ ചൊവ്വയില്ല എന്നാണ് തോന്നുന്നു എന്നൊക്കെ കനക പറഞ്ഞപ്പോൾ നമ്മുടെ നയനയും പറയുന്നുണ്ട്, അതിന് അമ്മ എനിക്കും ഉറക്കമില്ലായിരുന്നല്ലോ, ഞാൻ ആദർശേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ മനുഷ്യൻ തിരിച്ച് സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നയനയും പറയുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ആദർശ് അവിടെ ഇരുന്ന് എന്തോ പിന്നെ ലാപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിന്നിട്ട് അത് ഭയങ്കര സന്തോഷത്തിൽ അവൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ നയനയുടെ ഫ്രണ്ടിലാണ് ചെല്ലുന്നത്. നയനയൊക്കെ എന്താ പറ്റിയത്, എന്തിനാ ഇങ്ങനെ ചാടുന്നത്? വെറുതെ ഞാൻ എക്സസൈസ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട് എക്സസൈസോ? അതെ എക്സസൈസ്, എന്താ എനിക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണോ എക്സസൈസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നയന വെറുതെ തമാശയായിട്ട് ചിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ആദർശം ഒരു ചമ്മലോടെ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് പറയണം, ഒരിക്കലും ഒന്നും സമ്മതിച്ച് തരല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ വന്നെന്നൊക്കെ പറയുന്നത്, എന്തിനാ ഇങ്ങനെ ഇത് ആരെ മുന്നിലും തോറ്റു വരാത്ത ഒരു രീതിയൊക്കെ എന്തിനാ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയണം, ഞാൻ ആരെ മുന്നിൽ എനിക്ക് തോക്കാനും ഒരു നാണക്കേടുമില്ല, പക്ഷേ നിൻ്റെ മുന്നിൽ നീ ഒരു അഹങ്കാരി ആയതുകൊണ്ട് നിൻ്റെ മുന്നിൽ തോക്കാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ നമ്മുടെ ആദർശ് തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. നയന പോയതിന് ശേഷം പിന്നെ ആദർശ് അവിടെ ഒരു ചമ്മലോട് കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ പിന്നെ പോലീസ് സ്റ്റേഷൻ ഒരു വീട്ടിലേക്ക് പോലീസ് ജീപ്പ് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ മൊത്തം കവർ ചെയ്യാൻ വേണ്ടി പോലീസ് പറയുകയാണ്, കവർ ചെയ്യും, ബാക്കിൽ കൂടെ എല്ലാവരും പോകും, 2 പേര് പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നവ്യയെ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ നിർമ്മൽ, അവനെ പിടിക്കാനായിട്ടാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ SI തന്നെയാണ് നമ്മുടെ ആദർശിനെ വിളിക്കുന്നത്. എന്നിട്ട് പറയണം, സാർ നിങ്ങൾ നേരത്തെ ഒരു പരാതി തന്നിട്ടില്ലായിരുന്നോ, ഒരു പിന്നെ നിർമ്മലിനെ കുറിച്ച് നിങ്ങളുടെ അനിയൻ്റെ വൈഫിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ അവനെ പിടിക്കാനായിട്ട് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അവൻ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് എന്തായാലും പിടിക്കണം, എന്നിട്ട് ഞങ്ങൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് കോൾ വയ്ക്കുമ്പോഴത്തേക്കും നവ്യ നയനെ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നവ്യയോടും നയനോടും പറയുന്നുണ്ട്, നിങ്ങൾ ശല്യപ്പെടുത്തിയില്ലേ, അവനെ പിടിക്കാനായിട്ട് പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്, എന്തായാലും പോലീസ് തന്നെ വളഞ്ഞു കഴിഞ്ഞിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് നമുക്ക് പോവേണ്ടി വരും. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തായാലും ഇതിൻ്റെ കല്ലും നെല്ലൊക്കെ അറിയണമെന്നൊക്കെ നമ്മുടെ ആദർശ് പറയുമ്പോൾ നയന പറയും, അതേ ആദർശ് ഏട്ടാ, നമുക്ക് എന്തായാലും അറിയണം, നമ്മൾ ആ പൈസയുടെ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൺ ദി സ്പോട്ടിൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഫോൺ വന്നില്ലേ, എന്തായാലും പൈസ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളതാണെന്നൊക്കെ ഇങ്ങനെ നയനയും പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് സംശയിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അഭി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ അഭിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഭയം, ഒത്തിരി പേടിയാണ് വരുന്നത്. ഇനി ഇവർ കണ്ടുപിടിക്കുമോ, എൻ്റെ പേര് വരുമോ എന്നൊക്കെയുള്ള പേടി വരികയാണ്. അപ്പം അങ്ങനെ അഭി പേടിച്ച് നിൽക്കുന്നതുമായിട്ടാണ് നമ്മുടെ ഈ ഭാഗം ഇവിടെ കഴിയുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്